അങ്ങും ഇങ്ങും എത്താത്തൊരു പാലം. ഇതെന്തിനു പണിതെന്ന് ചിന്തിച്ചു പോകും പാലം കണ്ടാല്. വെറുതെ കുറെ കാശും കളഞ്ഞ് ആർക്കും ഉപകാരമില്ലാത്തൊരു പാലം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ളേ? കണ്ടാൽ അങ്ങനെയോ തോന്നൂ. നിങ്ങളൊന്ന് നോക്കിക്കേ. NH പണിയുന്നിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വാർത്തു വെച്ച സാധനങ്ങള് ക്രെയിൻ ഉപയോഗിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതും അതുപോലെ വല്ല ക്രെയിൻ ഉപയോഗിച്ച് ആ നദിയുടെ മേലെ കൊണ്ടുവന്ന് വെക്കാനാണോ ഇത് പണിതവരുടെ ഉദ്ദേശം എന്ന് ചിന്തിച്ചു പോകും. അതൊരു മണ്ടൻ ഐഡിയ അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാലം പണിതിട്ടുണ്ടാവാ? ഈ പാലത്തിന് ഒരു ചരിത്രമുണ്ട്. പുരാതനമായ മായൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ പേറുന്ന, പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ സ്ഥിതി ചെയ്യുന്ന, കാപ്പി കൃഷിക്കും ഗുണനിലവാരമുള്ള പച്ച കാപ്പിക്കുരുക്കൾക്കും പേരുകേട്ട സെൻട്രൽ അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് ഹോണ്ടുറാസ്. സ്പാനിഷ് ഭാഷയിൽ വലിയ ആഴങ്ങൾ എന്നാണ് ഹോണ്ടുറാസിന്റെ അർത്ഥം. അവിടെയുള്ള ഏറ്റവും ചൂടേറിയ നഗരമാണ്, ഒരു മുനിസിപ്പാലിറ്റിയാണ് ചോലുറ്റെക്ക. ഉയർന്ന താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ് വരെയും വേരി ചെയ്യുന്ന ഈ നഗരത്തിൽ കൊളോണിയൽ വാസ്തുവിദ്യയുടെ ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്പാനിഷ് അധിനിവേശം വരെ തദ്ദേശീയരായി അവിടെ താമസിച്ചിരുന്ന ചൊറോട്ടെക ഗോത്രത്തിൽ നിന്നാണ് വിശാലമായ താഴ്വര എന്നർത്ഥം വരുന്ന ചോലുറ്റെക്ക എന്ന പേര് ആ സ്ഥലത്തിന് കിട്ടിയത്. കയറ്റുമതി ചെയ്യാവുന്ന തണ്ണിമത്തന്റെ വ്യത്യസ്തമായ ഇനങ്ങളും കന്നുകാലികളുടെ വളർത്തലും ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങളുടെ വ്യവസായവും ഒക്കെ ചെയ്തുകൊണ്ട് കാർഷിക പാരമ്പര്യം നിലനിർത്തുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ വളരെ പ്രകൃതി സ്നേഹികളാണ്. അതുകൊണ്ടാണ് 349 കിലോമീറ്റർ നീളമുള്ള ചോലുറ്റെക്ക നദി ഉറവിടം മുതൽ പസഫിക് സമുദ്രത്തിൽ അത് ലയിച്ചു ചേരുന്നത് വരെ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായി ഒഴുകാൻ ഇവർ അണക്കെട്ടുകളൊന്നും നിർമ്മിക്കാഞ്ഞത്. അപ്പോഴാണ് അമേരിക്കയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു റോഡ് വേണമെന്ന ആശയം 1889 ആദ്യത്തെ പാൻ അമേരിക്കൻ സമ്മേളനത്തിൽ രൂപം കൊള്ളുന്നത്. ആദ്യം അതൊരു റെയിൽവേ നിർമ്മിക്കാമെന്ന ആശയമായിരുന്നു. പിന്നീടാണ് ഹൈവേ നിർമ്മിക്കാമെന്ന ആശയത്തിലേക്ക് എത്തുന്നത്. വടക്കേ അമേരിക്കയുടെ വടക്കേ അറ്റത്തുള്ള അലാസ്കയിലെ പ്രൂഡോ ബേ മുതൽ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള അർജന്റീനയിലെ ഉഷുവയ വരെ 14 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏകദേശം 30,000 കിലോമീറ്റർ നീളുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡാണ് പാൻ അമേരിക്കൻ ഹൈവേ. ഈ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് 1935 ടിബുർസിയോ കാരിയാസ് ആന്റിനോയുടെ നേതൃത്വത്തിൽ ഹോണ്ടുറാസ് ഗവൺമെന്റും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ചേർന്ന് ചോലുറ്റെക്ക നദിയുടെ മുകളിൽ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്, ഒരു തൂക്കുപാലം പണിതത്. ചോലുറ്റെക്ക പാലം അല്ലെങ്കിൽ കാരിയാസ് പാലം എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്. 1.5 കിലോമീറ്ററിലധികം നീളമുള്ള കാലിഫോർണിയയിലെ ഗോൾഡൻ ഗേറ്റ് പാലത്തിന്റെ മാതൃകയിൽ US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് പണിത ഈ പാലം 1996 ആയതോടെ കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പൊ ഹോണ്ടുറാസ് ഗവൺമെന്റ് പുതിയ പാലം അവിടെ പണിയാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. അതായത് ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചൂടാണെങ്കിൽ കൊടും ചൂട്, മഴയാണെങ്കിൽ കനത്ത മഴ, സ്ഥിരമായി കൊടുങ്കാറ്റും പതിവിൽ കൂടുതൽ മഴയും ലഭിക്കുന്ന ഈ സ്ഥലത്ത് ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കഠിനമായ കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന പാലം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചില്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ വെറുതെയാവും. അതുകൊണ്ട് പഴയ പാലത്തേക്കാൾ ശക്തിയുള്ള, ഉറപ്പുള്ള പുതിയ പാലം പണിയാൻ ഹോണ്ടുറാസ് ഗവൺമെന്റ് 1996 ജപ്പാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഹസാമോ ആൻഡോ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. 1889 സ്ഥാപിച്ച ഹസാമോ കോർപ്പറേഷനും 1873 സ്ഥാപിച്ച ആൻഡോ കോർപ്പറേഷനും മേർജ് ചെയ്തിട്ടാണ് ഹസാമോ ആൻഡോ കോർപ്പറേഷൻ രൂപം കൊള്ളുന്നത്. ജപ്പാനില് 1971 പണിത കാൻമൺ പാലവും സിംഗപ്പൂരില് 1986 പണിത 280 മീറ്റർ ഉയരമുള്ള വൺ റാഫിൾസ് പ്ലേസ് ടവറും 1989 ജപ്പാനിലെ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡിൽ പണിത കാൻസായ് ഇന്റർനാഷണൽ എയർപോർട്ടും എല്ലാം ഹസാമോ ആൻഡോ കോർപ്പറേഷന്റെ സൃഷ്ടികളാണ്. ഏറ്റവും മികച്ച വാസ്തുവിദ്യയിൽ ഏത് കൊടുങ്കാറ്റിനെയും പ്രതിരോധിച്ച് നിർത്താൻ മാത്രം ശക്തിയുള്ള ഒരു പാലത്തെ ഈ കോർപ്പറേഷൻ 2 വർഷം കൊണ്ട് ചോലുറ്റെക്കയിൽ പണിതു. ലാറ്റിൻ അമേരിക്കയില് ജാപ്പനീസ് കമ്പനി പണിയുന്ന ഏറ്റവും നീളം കൂടിയ പാലം ചോലുറ്റെക്കയാണ്. ഗ്വാട്ടിമാലയെയും പനാമയെയും കണക്ട് ചെയ്യുന്ന 484 മീറ്റർ നീളം വരുന്ന പുതിയ പാലം ദ ബ്രിഡ്ജ് ഓഫ് ദ റൈസിംഗ് സൺ എന്നാണ് അറിയപ്പെടുന്നത്. എഞ്ചിനീയറിംഗിന്റെ അത്യാധുനിക സാധ്യതകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട പുതിയ ചോലുറ്റെക്ക പാലം 1998 മുതൽ ഗതാഗതത്തിന് യോഗ്യമായി. ഈ പാലത്തിലൂടെ ചോലുറ്റെക്ക നദിയെ ക്രോസ് ചെയ്യുന്ന എല്ലാവർക്കും
വളരെ അഭിമാനമായിരുന്നു. 10-60 കൊല്ലം പഴക്കമുള്ള പഴയ തൂക്കുപാലത്തിലൂടെ പോയിരുന്നപ്പോൾ ഈ കമ്പി എങ്ങാനും പൊട്ടി വീഴുമോ എന്ന ഭയമായിരുന്നു എല്ലാവർക്കും. കാരണം ഭാരമുള്ള ചരക്ക് വണ്ടികളെല്ലാം പോയിരുന്നത് ആ ഒരു തൂക്കുപാലത്തിലൂടെയാണ്. അപ്പോഴാണ് ഏത് കൊടുങ്കാറ്റിനെയും ചെറുത്തു നിർത്താൻ മാത്രം ശക്തിയുള്ള പുതിയ പാലം അവിടെ പണിത് കിട്ടുന്നത്. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ വർഷം തന്നെ ഒക്ടോബർ അവസാനത്തെ ആഴ്ച 893 മില്ലിമീറ്റർ മഴ അവിടെ പെയ്തു. 6 മാസം കൊണ്ട് കിട്ടിയിരുന്ന മഴ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ പെയ്തപ്പോൾ വ്യാപകമായ വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടലും ഒക്കെ ആയിട്ട് ആ പ്രദേശം വല്ലാതെ തകർന്ന് തരിപ്പണായി. 100 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന ചോലുറ്റക്ക നദി 6 ഇരട്ടി വലുപ്പമായി. ഒപ്പം കൂനുമേൽ കുരുവെന്ന് പറഞ്ഞോണം മിച്ച ചുഴലിക്കാറ്റ് ഹോണ്ടുറാസിൽ വീശിയടിച്ചു. 200 വർഷത്തിനിടയിൽ അറ്റ്ലാന്റിക് തടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ രണ്ടാമത്തെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മിച്ച്. രാജ്യത്തെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ ഏകദേശം 20% ജനങ്ങളെ ഭവനരഹിതരാക്കിയ, 11,374 മരണങ്ങൾക്കിടയാക്കിയ, 11,000 ജനങ്ങളെ കാണാതാക്കിയ ഈ ചുഴലിക്കാറ്റ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി. ഒത്തിരിയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും അവിടെയുള്ള ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് പുതുതായി നിർമ്മിച്ച ചോലുറ്റക്ക പാലം ഒരിക്കലും തകരില്ലെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. കൊടുങ്കാറ്റിനെയും പേമാരിയെയും അതിജീവിച്ച് ചോലുറ്റക്ക പാലം അനങ്ങാതെ അടിയുറച്ചു നിന്നു. പക്ഷേ ട്വിസ്റ്റ് അതല്ല. ഈ പാലത്തിനടിയിലൂടെ ഒഴുകിയിരുന്ന ചോലുറ്റക്ക നദി മിച്ചു കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മൂലം അപ്രതീക്ഷിതമായി ദിശ മാറി പാലത്തിന്റെ സൈഡിൽ കൂടി ഒഴുകാൻ തുടങ്ങി. മാത്രമല്ല, പാലത്തെ കരയുമായി ബന്ധിപ്പിച്ചിരുന്ന ഇരുവശത്തുമുള്ള റോഡുകളും മണ്ണൊലിച്ചിലിൽ തകർന്നുപോയി. അവിടെ അങ്ങനെ ഒരു റോഡ് ഉണ്ടായിരുന്നോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ പ്രദേശം മാറി. അങ്ങനെ ആ പാലം എ ബ്രിഡ്ജ് ടു നോവെയർ, എ ബ്രിഡ്ജ് ഓവർ നത്തിങ് ആയി മാറി. 5 വർഷത്തിന് ശേഷം 2002 റിക്കാർഡോ മഡുറോയുടെ ഭരണസമയത്ത് ചോലുറ്റക്ക പാലത്തെ പുനർനിർമ്മിച്ച് വീണ്ടും ഹൈവേയുമായി ബന്ധിപ്പിച്ചു. ഇവിടെ ഒരു കാര്യം വളരെ പ്രശംസനീയമാണ്. ഏത് കൊടുങ്കാറ്റിനെയും പ്രതിരോധിച്ച് നിർത്താൻ മാത്രം ഉറപ്പുള്ള പാലം തന്നെ ഹസാമോ ആൻഡോ കോർപ്പറേഷൻ പണിതു എന്നുള്ളതാണ്. അതിന് തെളിവാണ് മിച്ച ചുഴലിക്കാറ്റിന് ശേഷവും ആ പാലം തകരാതെ തല ഉയർത്തി നിന്നു എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, 1780 സാൻ കാലിക്സ്റ്റോ ആൻഡിലീസിലെ വലിയ ചുഴലിക്കാറ്റിന് ശേഷം 200 വർഷങ്ങൾക്കിപ്പുറം ഉണ്ടായ രണ്ടാമത്തെ വലിയ ചുഴലിക്കാറ്റാണ് മിച്ച്. ആ ചുഴലിക്കാറ്റിനെ അതിജീവിക്കാൻ പുതിയ ചോലുറ്റക്ക പാലത്തിന് ഉറപ്പുണ്ടായിരുന്നു. ജാപ്പനീസ് ശരിക്കും പണിയെടുത്തു ആ പാലം പണിയാൻ. ഹസാമോ ആൻഡോ കോർപ്പറേഷന്റെ നാഴികക്കല്ലായിട്ട് ഈ നിർമ്മാണം മാറി. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, മലപ്പുറത്ത് കൂരിയാടില് NH-66 പണി തീർന്ന ഉടനെ തന്നെ കുറച്ചു ഭാഗം തകർന്നു പോയില്ലേ. മൊത്തത്തിൽ മണ്ണങ്ങടി ഇരുന്നു. അതൊരു പാടപ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് റോഡ് പണിയുമ്പോൾ, 18 മീറ്റർ ഉയരത്തിൽ ഹൈവേ പണിയുമ്പോൾ അവിടുത്തെ മണ്ണിന്റെ ഉറപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. ആഴത്തിൽ പൈലിംഗ് നടത്തേണ്ടത് കരാർ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. നാട്ടുകാർ പലതവണ സംശയങ്ങൾ ഉന്നയിച്ചപ്പോഴും ശാസ്ത്രീയമായ രീതിയിലാണോ അത് പണിയുന്നതെന്ന് മേലധികാരികൾ ഉറപ്പുവരുത്തിയില്ല. ഗവൺമെന്റ് ഫണ്ട് കൊടുത്താൽ മാത്രം പോരാ, ഹൈവേ നിർമ്മാണത്തിൽ ആ ഫണ്ട് ഇറക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണല്ലേ. കാരണം അപ്രതീക്ഷിതമായത് എപ്പോൾ വേണേലും സംഭവിക്കാം. നമ്മൾ എന്തോരം തയ്യാറെടുപ്പുകൾ നടത്തിയാലും ഒത്തിരി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒരുക്കിയാലും ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ സംഭവിക്കും. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിക്കൊള്ളണമെന്നില്ല. എന്തും നേരിടാൻ നമ്മുടെ മനസ്സ് ഒരുങ്ങിയിരിക്കുക എന്നതാണ് പരമപ്രധാനം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് യുവർ തോട്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ലേൺ വിത്ത് ജു.